വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് തമിഴിൽ വേണം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ബേബിന്റെ ബർത്ത്ഡേ ആണ്, മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പൊ നമ്മളിപ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്കി ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അല്ലാണ്ട് അതിന് മുന്നൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. കുറേ നേരമായി രാവിലെ തൊട്ടേയുള്ള വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല. ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഞാനിപ്പോ വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി, ഒരു 2 ആഴ്ചക്കായി അങ്ങനെ നിൽക്കാറുണ്ട്. എന്നാലും ഇപ്പൊ ഒരു കാരണമുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയാ വീഡിയോ ഇടാത്തതിനൊരു കാരണമുണ്ട്. കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ വീട് പെയിന്റിങ് ആയിരുന്നു കേട്ടോ, ചെറിയൊരു പെയിന്റിങ്. അപ്പോൾ വലിയ അടിപൊളി കളറുകളൊന്നും അല്ല, വൈറ്റ് മാത്രം കൊടുത്തിട്ട് ഇക്കാരന്റെ ഫ്രണ്ട്സുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് പെയിന്റ് ചെയ്തു. പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒരു 1.5 ആഴ്ചയായി അരിമ കൂടിയിട്ടോ, എല്ലാം വലിച്ചിടുമല്ലോ. അപ്പൊ പിന്നെ ആ പണിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. എപ്പോഴും എന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയുമോ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞൊന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഏതായാലും അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഇപ്പോ ഒരു ബർത്ത്ഡേന്റെ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞങ്ങള് ബർത്ത്ഡേന്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒക്കെ ആദ്യം കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതുവരെയൊക്കെ ഞാൻ മാറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. ബാക്കി ഇവിടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ആ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്. കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ രാത്രിയില് ഈ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. ഇതെല്ലാം ചിന്നുവിന്റെ ഒരു കഴിവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെല്ലാമോ വരാണ്ടേനിയോ. ചിന്നുവിന്റെ തലയിലുള്ളത് പോലും ചിന്നുവിന്റെ കഴിവ്. 1 2 3 സ്റ്റാർട്ട്. സ്വന്തം ബർത്ത്ഡേ സ്വന്തമായിട്ട് ബർത്ത്ഡേ സ്വന്തമായിട്ട് ആഘോഷിക്കുന്ന എങ്ങനെ ആഘോഷിക്കുന്നവരാണ്. അതെ, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് മറ്റൊരു തണ്ടീന്റെ ആവശ്യമില്ല. സോ Simple dimple, bump it screech, bump it screech, bump it screech. Simple smile is a breaking. Simple timber, simple timber, simple timber. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലെ രാത്രിത്തെ ഒരുക്കങ്ങൾ കേട്ടോ. വലിയ പരിപാടികളൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ കസിൻസിന്റെ കൂടിയാലിന്റെ ഒരു രസമാണ് കേട്ടോ. അവര് എല്ലാവർക്കും ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാളും ഹോസ്റ്റലിൽ നിന്ന് വന്നു. പിന്നെ ചെറിയ മോള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊക്കെ തന്നെ, പിന്നെ താത്ത ഉണ്ടായില്ല കേട്ടോ രാത്രി. താത്തയാണോ കേക്കിന്റെ സ്പെഷ്യൽ ആള്, എല്ലാവർക്കും അറിയണ്ടാവും. അപ്പൊ താത്തയാണ് ഇന്ന് പിസുവിന്റെ ബർത്ത്ഡേക്കും കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവള് കേക്കൊക്കെ ആയിട്ട് രാവിലെ വരാന്ന് പറഞ്ഞിട്ട് അവള് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല. നമ്മള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം അടിപൊളിയായിരുന്നു. രാത്രി വരെയൊക്കെ ഇത് നല്ല സ്വഭാവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാവിലെ എണീച്ചപ്പം വലിയ കുഴപ്പമില്ല, എന്നാലും രാവിലെ തൊട്ടേ കരച്ചിൽ തന്നെയാണ്. അതെല്ലാ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ, രാവിലെ ആകുമ്പോൾ കരച്ചിൽ തുടങ്ങും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വലിയൊരു കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ വീട്ടിലുള്ളത് നമ്മളൊക്കെ തന്നെ. പിന്നെ ആന്റി വരും, ആന്റി അങ്കിളൊക്കെ വരും. പിന്നെ പിന്നെ ഇക്കാക്കന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വരുന്നുണ്ട് കേട്ടോ. കസിൻസ് താത്തമാരുണ്ട്, പിന്നെ അവരെ മക്കളുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും. ഒരു താത്ത മാത്രമല്ല, ബാക്കി 2 താത്തമാരുണ്ട് കേട്ടോ. അപ്പൊ അവരെയാണ് ഒരു പ്രത്യേകിച്ച് വരാനുള്ളത്. വേറെ ആരുമില്ല, എല്ലാരും വീട്ടുകാരന്നെ, എല്ലാരും അവരൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു കുഞ്ഞി ബർത്ത്ഡേ ആഘോഷമാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ ഇനി നമ്മളെന്തായാലും കേക്കിന്റെ പരിപാടി ഒക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷിക്കാണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയില് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ പറയാണ്ടിരുന്നേ. അപ്പൊ ഏതായാലും രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആരാത് കാണിച്ചരാ? ഇതാണ് എന്റെ വാശി. കുറെ ആൾക്കാർക്ക് അറിയാണ്ടാവും, എന്നാലും അറിയാത്ത കുറെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ വാശി. ബർത്ത്ഡേ അപ്പൊ ഞാൻ മഴയാണ്, ഞങ്ങൾക്ക് അതിലെ കേൾക്കുണ്ടോ എന്നറിയില്ല. ബർത്ത്ഡേക്ക് ഞാൻ വിളിച്ചതായിരുന്നു കേട്ടോ. വരുമോ എന്തിനും വിളിച്ചാലും വരുന്നൊക്കെ പറയും, പക്ഷെ ആ ടൈമിൽ വരാറില്ല. ഇന്നെന്തോ വന്നിട്ട് അപ്പൊ ഇതാണ് തന്നെ വായിച്ച് കുറെ ആൾക്കാർ ചോദിച്ചാൽ. എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഹായ്.
പിന്നെ ഡോറുണ്ട്, ബുജിയും കുറുനരിയും. ഈസൂന് ഈ കേക്ക് തന്നെ മതി തന്നെ കേട്ടോ. ഈ ഒരു തീം കേക്ക് ഉണ്ടാക്കിയേ വരുന്നില്ല. ബാഗിനെ ഈസ് ഒഴിവാക്കി. അതെ, ബാഗ് ഉണ്ടല്ലേ. ഇപ്പൊ എല്ലാരും കൊറേ കേക്ക് ഞാൻ തത്തേക്കൊണ്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാരും കൂടി കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പേരും മഴ, നല്ല മഴയാണ്. പുറത്തിറങ്ങി ഫോട്ടോ എടുക്കലൊന്നും നടക്കൂല. അപ്പൊ വീട്ടിനുള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്ന പോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ച്. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All
ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മള് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മേപ്പാടിന്ന് എല്ലാരും വന്നിട്ട്. അപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും. അപ്പോഴൊന്നും ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താലും തീരെ കേൾക്കൂല, കാരണം അത്രയല്ലേ ഉള്ളൂ സ്ഥലം. അതിന്റെ ഇടയിൽ കൂടെ എല്ലാരും കൂടി ആവുമ്പോ തീരെ വോയിസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പറയാഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ എല്ലാരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ വീടിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചാലോ കേട്ടോ. കൈ പിടിച്ചാട്ടോ, കൈ പിടിച്ചാ. കരച്ചിലഴിഞ്ഞാ ചാപ്പി? ഓ ബർത്ത്ഡേ കേക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ. സ്വൈര്യം തരൂലെന്ന്. ഇതൊന്നും നാളെ കാണൂലേ, ഒന്നല്ലേ കാണുള്ളൂ ഇതൊക്കെ. ഇങ്ങോട്ടാക്കി വാ. ആര് ജയശോക്ക് ഇരിക്കണ്ടേ? സുനീന് കൂടെ ഇരിക്കണം. ഇസ്മ മാമുന്ന ഇസ്മ ഡ്രസ്സെല്ലാം മാറ്റി. മാമുന്നല്ലേ എല്ലാം മോളാണ്. ഓ ഓ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വീണ്. അതാ ഞാൻ പറയുന്നത്, ഇങ്ങനെ താങ്ങിയിരിക്കേണ്ട. നിന്നെ വെറുപ്പിക്കല്ലേ. അപ്പൊ നമ്മള് ഇതാ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ഭക്ഷണം കഴിച്ചപ്പോ വൈകുന്നേരം ആയപ്പോഴാട്ടോ ആന്റി അങ്കിളും എത്തിയത്. ആന്റിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആന്റി എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. നമ്മള് കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഫോട്ടോസിലൊന്നും ആന്റി ഇല്ല, ആന്റിയും അങ്കിളും ഇല്ല. ഇപ്പൊ രണ്ടാളും വന്ന് ഇപ്പൊ ഞങ്ങൾ നാലാളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ബർത്ത്ഡേ രസമായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ട് ആകെ കൊളായി. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഭക്ഷണം ബിരിയാണി ആയിരുന്നു, പിന്നെ സേമിയം പായസം വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കേക്കും. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പൊ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എന്തായാലും ഇവിടുന്ന് ഇത്ര പേർക്ക് ഉണ്ടാക്കൽ നടക്കില്ല. എൻ്റെ വീടും കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അടുക്കളയിൽ അടുപ്പൊന്നുമില്ല. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ ആവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി. ഏതായാലും ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി കേക്ക് ഉണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ കുറച്ച് കേക്ക് എല്ലാവരും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇനിയും കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ വീട് കണ്ടില്ലല്ലോ. വീട് നമ്മുടെ ഹോം ടൂർ വീഡിയോസിലൊക്കെ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ, കുറേ പണികളുണ്ട്. മതിലൊക്കെ പെയിന്റ് അടിക്കാണ്ട്, മുന്നിൽ കിണർ, അതേപോലെ തന്നെ ജനല്, കട്ടില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെയിന്റ് അടിക്കാണ്ട്. ഏകദേശം ഒന്ന് വൃത്തിയാക്കിയേ ഉള്ളൂ കേട്ടോ. ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പെയിന്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു. ഇനിയും ഉണ്ട് കുറേ. മുൻവശത്തൊക്കെ കുറേ പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്തോരം ചെരുപ്പുകളാ, കുറേ ആൾക്കാർ വന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ചെറുതായിട്ടൊന്ന് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ വൈകുന്നേരം എല്ലാരും ഇങ്ങനെ ഇരുന്ന് നല്ല സൊറ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആരിപ്പോ വന്നിട്ടുള്ളൂ കേട്ടോ. ഹായ്. ഇവിടെ ഒരു ഡോക്ടറിന്റെ ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നു കേട്ടോ, ഡോക്ടർ സെറ്റ്. അപ്പൊ അതിനെ കൊണ്ട് കണ്ണില് മരുന്ന് ഇട്ടിക്കുന്നുണ്ട്, ഇവിടെ പരിശോധിക്കുന്നുണ്ട്, ചിക്കിട്ടന് ഗുളിക കൊടുക്കുന്നുണ്ട്. ഡോക്ടർ
കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മുടെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. താത്ത നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വന്നവരൊക്കെ പറഞ്ഞു കേക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ കേക്കിന്റെ ഫില്ലിങ്ങും കാര്യമൊക്കെ മാംഗോ വെച്ചിട്ടായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാംഗോന്റെ ക്രഷൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാന്. അപ്പൊ നമ്മുടെ വീഡിയോന്റെ വൈൻഡപ്പ് പറയാനായിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു, പക്ഷെ ആരും വരുന്നില്ല. എല്ലാരും നല്ല ഉറക്കാണ്ടായിരുന്നു. അവിടെ ഇവിടെ കേട്ട് കിടന്നുറങ്ങാൻ ഒരാള് വരുന്നുണ്ട്. അപ്പൊ വിളിച്ചാൽ കിട്ടുന്ന ഒരാളെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും കിടക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബേബിന്റെ ബർത്ത്ഡേ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലേക്ക് ബൈ.